വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം. ഈ ചുരത്തിലൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമേയുള്ളൂ, അതായത് ആരാണ് ഈ ചുരം കണ്ടുപിടിച്ചത്? പല ഐതിഹ്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ എല്ലാവരും വിശ്വസിക്കുന്നത് ഒരൊറ്റ കഥയാണ്, അതായത് കരിന്തണ്ടൻ്റെ കഥ. വയനാടിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്നു നിൽക്കുന്ന ഒരു കറുത്ത അധ്യായമാണ് കരിന്തണ്ടൻ്റെ കഥ. വയനാടൻ ചുരത്തിൻ്റെ വഴി കണ്ടെത്തിയ ആദിവാസി മൂപ്പനായിരുന്നു 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർക്ക് മൈസൂരിലേക്കുള്ള സൈനിക നീക്കങ്ങൾ നടത്താൻ വയനാടൻ മലനിരകളിലൂടെ ഒരു വഴി ആവശ്യമായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ സാമ്രാജ്യം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ദുർഘടമായ ഈ മലനിരകളിൽ വഴി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പണിയ വിഭാഗത്തിലെ മൂപ്പനായ കരിന്തണ്ടൻ അവരെ അടിവാരത്തു നിന്നും ലക്കടിയിലേക്കുള്ള അതീവ രഹസ്യമായ കാട്ടുപാതയാണ് കരിന്തണ്ടൻ സാഹിബിന് കാണിച്ചു കൊടുത്തത്. എന്നാൽ ഈ പാതയുടെ ഖ്യാതി കരിന്തണ്ടന് ലഭിക്കുമെന്നും താൻ തഴയപ്പെടുമെന്നും ഭയന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ സാഹിബ് വെടിവെച്ചു കൊന്നു എന്നാണ് ചരിത്രവും ഐതിഹ്യവും പറയുന്നത്. ലക്കടിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ശേഷം ആ വഴിയിലൂടെ പോകുന്ന യാത്രക്കാരെ അദ്ദേഹത്തിന്റെ ആത്മാവ് ശല്യം ചെയ്യുന്നതായി പരാതികൾ. ഇത് പതിവായതോടെ ഒരു മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ആവാഹിച്ച് ലക്കടിയിലുള്ള ഒരു വലിയ ആൽമരത്തിൽ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നാണ് വിശ്വാസം. ലക്കടിയിലെ ഈ മരം ഇന്നും ചെങ്ങല മരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ചെങ്ങലയിൽ ഓരോ വർഷവും വളർച്ചയുണ്ടാകുന്നുണ്ട് എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. ഇന്ന് വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് ചെങ്ങലമരം ഒരു കൗതുകമാണെങ്കിലും കരിന്തണ്ടൻ എന്ന പേര് വയനാട്ടുകാർക്ക് വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്. സ്മരണകൾക്കായി ലക്കടിയിൽ ഒരു കരിന്തണ്ടൻ സ്മാരകവും നിലവിലുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.